ഓം ശ്രീമാത്രേ നമഃ. സർവാഭരണഭൂഷിതയായ അനവദ്യാംഗിയായ ഈ ദേവി എവിടെയാണിരിക്കുന്നത്? ശിവകാമേശ്വരാംഗസ്ഥ, ശിവ സ്വാധീനവല്ലഭ. ഈ 3 നാമങ്ങളും ഒരുമിച്ച് നോക്കാം. ശിവന്റെ മടിത്തട്ടിലിരിക്കുന്നവൾ, അവൾ ശിവയാണ്. അവൾ ശിവനെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്നവളാണ്. ഈ 3 നാമങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും അതിൻ്റെ നിയന്ത്രണത്തെയും അതിൻ്റെ സത്യത്തെയും കുറിച്ച് പറഞ്ഞു തരികയാണ്. ദേവിയുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കാം. ദേവിയുടെ നഖങ്ങളിൽ നിന്ന് വരുന്ന ഉജ്ജ്വല പ്രഭ നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ കയറി അവിടെയുള്ള ഇരുട്ടിനെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി വെളിച്ചത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശിവകാമേശ്വരാംഗസ്ഥ, ശിവ സ്വാധീന വല്ലഭ. നമ്മുടെ തന്നെ ചില സത്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ പാരസ്പര്യമില്ലായ്മയും ഈ ഇന്ദ്രിയങ്ങളുടെ സ്വതവേയുള്ള പരിമിതിയുമാണ് നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരു പാരസ്പര്യം ഉണ്ടാകുകയും ഈ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയെ ഭേദിക്കേണ്ടുന്നതും അനിവാര്യമാണ്. എൻ്റെ സ്വസ്ഥത ലോക സ്വസ്ഥതയ്ക്കും അനിവാര്യമായതുകൊണ്ട് എൻ്റെ സ്വസ്ഥതയ്ക്ക് ഈ 5 ഇന്ദ്രിയങ്ങളുടെ പാരസ്പര്യം അനിവാര്യമാണ്. ലളിതാ സഹസ്രനാമത്തിലെ ഉദ്യദ്ഭാനു സഹസ്രാഭ തുടങ്ങി സർവാഭരണഭൂഷിത എന്ന നാമങ്ങൾ വരെ ദേവിയുടെ വന്ദനയിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോയാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളെയും ഒരേപോലെ പിടിച്ചു നിർത്തുവാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ ദേവിയുടെ വർണ്ണനയിൽ ഉണ്ട് എന്ന്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഏറ്റവും ആകർഷകമായത് മുഴുവൻ ഈ ദേവിയിൽ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദേവിയെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഭാവന ഉപയോഗിച്ച് ആകർഷിക്കുമ്പോൾ ആ ദേവിയിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് ചെന്ന് നിൽക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പൊതുവായ ഒരു സ്വഭാവം എന്താ? ഒന്ന് മുന്നോട്ട് നിൽക്കും, മറ്റെല്ലാം പുറകിലോട്ട് നിൽക്കും. ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മുടെ കാതുകളാണ് മുന്നിൽ നിൽക്കുന്നത്, കണ്ണുകളും മറ്റുള്ള ഇന്ദ്രിയങ്ങളും പുറകോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് സാധാരണ ജീവിതത്തിൽ അസംഭവ്യമാണ്. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്താകും? ഉദ്യദ്ഭാനു സഹസ്രാഭ മുതൽ സർവാഭരണഭൂഷിത വരെയുള്ള നാമങ്ങൾ പറയുന്നത് ഈ 5 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ള പ്രക്രിയയാണ്. 5 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകും.